ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. നമ്മൾ കട്ടിക്കായാണ്, അതും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മുളക്, കറിവേപ്പില, നമുക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വേവാൻ അടച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇഡലിയുടെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിക്കാം. എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം.